നെല്ലറയുടെ നാട്ടിൽ പ്രാചീനമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജൈന ക്ഷേത്രമാണ് മാണിക്യപട്ടണം ശ്രീ ചന്ദ്രപ്രഭ ദിഗംബര ജൈന ക്ഷേത്രം. പാലക്കാട് നഗരത്തിന്റെ പടിഞ്ഞാറ് അതിർത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജൈന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടുവരാം ഇന്നത്തെ ദൈവമേ കൈത്തൊഴാം. കാലം കരിങ്കല്ലിൽ കൊത്തിയ കഥകളുണ്ട് ഈ ക്ഷേത്രത്തിനു പറയാൻ. പാലക്കാടിൻ്റെ പൈതൃക ഭൂമിയിലാണ് മാണിക്യപട്ടണം ശ്രീ ചന്ദ്രപ്രഭ ദിഗംബര ജൈന ക്ഷേത്രമുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർണാടകയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരികളുടെ കുടുംബമാണ് ഈ ജൈന ക്ഷേത്രം നിർമ്മിച്ചത്. ചന്ദ്രപ്രഭയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ചന്ദ്രപ്രഭ തീർത്ഥങ്കര. 24 തീർത്ഥങ്കര 8ാമത്തെ തീർത്ഥങ്കര ചന്ദ്രപ്രഭ. സിമ്പൽ ചന്ദ്രക്കലയായിരിക്കും. പിന്നെ ഉപപ്രതിഷ്ഠയായിട്ട് പത്മാവതി ദേവി, ജ്വാലാമാലി ദേവി, പിന്നെ വിജയേഷൻ ബ്രഹ്മദേവൻ. അത് ഈ ചന്ദ്രപ്രഭ തീർത്ഥങ്കരകളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉപപ്രതിഷ്ഠ ആയിരിക്കും. അപ്പോൾ കാലത്ത് 6 മണിക്ക് നട തുറക്കും. 7 മുതൽ 8 വരെ പൂജയാണ്. അതിലിപ്പോൾ അഷ്ടവിധ അർച്ചന, പിന്നെ അഭിഷേകം, ജലാഭിഷേകം, പാലാഭിഷേകം, ചന്ദനാഭിഷേകം, പുഷ്പാർച്ചന, മംഗളാരതി. പിന്നെ മാസത്തിലൊരു ദിവസം വയനാട്ടിൽ നിന്ന് ഒരു പൂജാരി വന്നിവിടെ പഞ്ചാമൃത അഭിഷേക പൂജ ചെയ്യും. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ജൈന സമൂഹത്തിൻ്റെ ചരിത്രപരമായ സാന്നിധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജൈനമേട് എന്നാണ് ഇന്നറിയപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് സ്വർണ്ണപ്പണി ചെയ്യുന്നവരായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അതിനാൽ തട്ടാത്തറ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര്. അന്ന് വന്ന വയനാട്ടിലത്തെ ആൾക്കാരുണ്ട്. അവർക്ക് സ്വർണ്ണപ്പണി ചെയ്യാനായിട്ട് കുറച്ച് ഗോൾഡ് സ്മിത്തുകൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചപ്പുറത്ത് തട്ടാത്തറ എന്ന പേര് വരുന്നത്. ആ അമ്പലത്തിൻ്റെ 4 പേരാണ് ഇതിൻ്റെ വർക്കേഴ്സ് ഉണ്ടായിരുന്നത്. അവരാണ് ഇവരുടെ ആഭരണങ്ങൾ കാരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. സങ്കീർണമായ കുത്തുപണികൾ, മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൂണുകൾ, ശാന്തമായ ഒരു മുറ്റം എന്നിവയാൽ ക്ഷേത്ര സമുച്ചയം അലങ്കരിച്ചിരിക്കുന്നു. പരമ്പരാഗത കേരള ശൈലിയുടെയും ജൈന വാസ്തുവിദ്യാ ഘടകങ്ങളുടെയും മിശ്രിതമാണ് ജൈനമേട് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ. പുരാതന ജൈനക്ഷേത്രം, ശാന്തമായ ചുറ്റുപാടുകൾ, ചരിത്രപരമായ പ്രാധാന്യം എന്നിവയ്ക്ക് പേരുകേട്ട ജൈനമേട് ക്ഷേത്രം വിശ്വാസികളെ ആകർഷിക്കുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബാണ്. ഞങ്ങളിവിടെയുള്ള പൊതുജനങ്ങൾ ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്. ഇവിടെ ഒന്ന് തൊഴാൻ വരുന്ന സമയത്ത് അവർ തരുന്ന താലത്തിൽ പ്രസാദം, പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, തേങ്ങയും ഉൾപ്പെടെയുള്ള ഓരോ ഭക്തനും കൊടുക്കുന്ന രീതി അങ്ങനെയാണ്. ഇത് പ്രത്യേകിച്ച് നാം കണ്ടുവരുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പൂജാവിധികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിനൊരു ശാന്തതയും ഒരു സന്തോഷവും ലഭിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സവിശേഷതയായ സാംസ്കാരികവും മതപരവുമായ ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ജൈനമേട്. ഈ പ്രദേശത്തെ വ്യത്യസ്ത മതസമൂഹങ്ങളുടെ സഹവർത്തിത്വത്തിന് തെളിവായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ധാരാളം ആളുകൾ വടക്കേന്ത്യയിൽ നിന്നാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ വയനാട്ടിൽ നിന്ന് ഈ ഭാഗത്ത് നിന്നുള്ള ജൈനമതക്കാർ വരും. ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ സഹകരിക്കും. മാക്സിമം ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ സഹായിക്കാൻ കഴിയുമോ അതെല്ലാം സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരള പാരമ്പര്യങ്ങളുടെ ശാന്തവും സൗഹാർദ്ദപരവുമായ മിശ്രിതമാണ് ക്ഷേത്രവും
പരിസരവും പ്രതിഫലിപ്പിക്കുന്നത്. വിശ്വാസികളെ കൂടാതെ ചരിത്രപ്രേമികളും ആത്മീയ അന്വേഷകരും ജൈനമേട് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.